വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ദുരന്തം തളർത്തിയ പാങ്ങു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് സർക്കാർ നിലപാട് മന്ത്രി വ്യക്തമാക്കിയത്. വെറും അധ്യാപകർ എന്നതിലുപരി വിദ്യാലയത്തെ ഒരു കുടുംബം പോലെ കരുതിയിരുന്ന വ്യക്തിത്വങ്ങളെയാണ് നഷ്ടമായതെന്ന് മന്ത്രി വികാരാധീനനായി പറഞ്ഞു. അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ച മന്ത്രി മരിച്ച അധ്യാപകർക്ക് പകരക്കാരെ അടിയന്തരമായി നിയമിക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചതായും അറിയിച്ചു. പരുക്കേറ്റവരുടെ ചികിത്സാ കാര്യത്തിലും കർശനമായ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ചികിത്സയിൽ കഴിയുന്നവർക്കും സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നിലവിൽ തമിഴ്നാട്ടിൽ ചികിത്സയിലുള്ളവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കും. ആവശ്യമെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ കേരളത്തിലേക്ക് മാറ്റുമെന്നും പ്രിയപ്പെട്ട അധ്യാപകരുടെ വേർപാടിൽ തളർന്ന പാങ്ങു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകാൻ കൗൺസിലിംഗ് ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും ഗവൺമെൻറ്റും സ്ഥലം MLAയും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മറ്റ് MLAമാരെല്ലാം ഈ വിഷയത്തിൽ ഇടപെടുകയും പരമാവധി സഹായങ്ങൾ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ഈ അപകടത്തിൽ ഇരയായ ആൾക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തവരാണ്. ഇവിടെ ഒരു സ്കൂളിലാണെങ്കിൽ ഒരു ടീച്ചർ ഒഴികെ ബാക്കി എല്ലാവരും നമ്മെ വിട്ടുപോയി. അപ്പോൾ വളരെ അടിയന്തരമായി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആവശ്യത്തിലുള്ള ടീച്ചർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുക എന്നുള്ളതാണ്. സ്ഥല MLAയും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് കുട്ടികളാകെ തന്നെ ഒരു മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതാണ്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ അവിടെ കൊടുക്കും. അതല്ല ചികിത്സ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നാട്ടിൽ ചികിത്സ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നാട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി സഹായം നമ്മളെ വേർപെട്ടു പോയ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതിനുശേഷം ഒരു സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തുന്നതുമാണ്. ഇത്തരം സംഭവങ്ങൾ ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില മുൻകരുതലുകളും മാനദണ്ഡങ്ങളും ആവശ്യമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ആലോചിക്കുന്നതാണ്. പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷഹദീൻ, നൌഷാദ് അലി, മുഹമ്മദ് ഫൈസ് എന്നിവരുടെ ആരോഗ്യനില സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും ദുരിതബാധിതർക്ക് സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി ആവർത്തിച്ചു. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോൾ റെഡിയാവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.